Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കാറ്ററിംഗ് സ്റ്റൈലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കിലോ ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ബീഫ് ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങാൻ പോകണം. അപ്പോൾ ഞാനൊന്ന് ഒരു പകുതി ഒരു 3 ആക്കി അത് മുറിച്ച് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം. അധികം നെയ്യ് ഇല്ലാത്ത ഇറച്ചിയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അധികം നെയ്യില്ലാത്ത ഇറച്ചി നോക്കി വാങ്ങിക്കാം. അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് പിടിക്കത്തില്ല, അതിനോട് യോജിക്കത്തില്ല. ഇനി നമുക്കത് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബീഫ് വേവിക്കാനുള്ള ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ബീഫിന് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണാണ് ഇടുന്നത്, നമുക്കത് മതിയാവും. ഇനി നമ്മൾ ആ ബീഫ് ഇതിനകത്തൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനപ്പോൾ ബീഫ് വേവിക്കാനിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊരു 15 ചോള വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്. ഈ 3 ചേരുവകളും നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് വേപ്പില, അത് വറുത്ത് കോരുമ ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ നമുക്ക് ഫ്രഷ് അല്ല, അത് നമുക്ക് ഈ കൊറോണയ്ക്കും കാരണം ഫ്രഷ് കിട്ടിയില്ല. അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചായിരുന്ന വേപ്പിലയാണത്. അപ്പോൾ നമുക്കത് കുറച്ച് വറുത്ത് കോരുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഒരു 3/4 കപ്പ് തൈര് ആവശ്യമുണ്ട്. പിന്നെ ഒരു 1/2 ചെറുനാരങ്ങ, നമുക്ക് 1/2 മുറി അതിൻ്റെ നീര് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട, നമ്മൾ 1 കിലോ എടുക്കുന്നതുകൊണ്ടാണ് ഒരു കോഴിമുട്ട. 1 കിലോയ്ക്കാണ് ഒരു കോഴിമുട്ട കണക്ക് വരുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ നമുക്ക് ഉപയോഗിക്കാം. കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പപ്രിക്ക. അത് നമുക്ക് ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പപ്രിക്ക ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വറുത്ത് കോരാനുള്ള വെളിച്ചെണ്ണ ആവശ്യം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് വിനാഗിരി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബീഫ് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്തുണ്ട്. നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് തന്നെ താഴെ ചാടുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 90% വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10% വേവാണ്ട്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് ബാറ്റർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു ഫിംഗറിൻ്റെ വീതിയിലും നീളത്തിലും ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ഇറച്ചിയൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ മിക്സ് റെഡിയാക്കുവാണ്. നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, മൊത്തം കുഴപ്പമില്ല നമുക്ക്.
പിന്നെ ആ 3/4 കപ്പ് തൈര്, ഞാൻ വെളുത്തുള്ളി, ഇഞ്ചിയും ആ പച്ചമുളകും അല്പം 1 ടേബിൾ സ്പൂൺ വിനാഗിരിയിൽ അടിച്ചെടുത്താണത്. പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ ഒരല്പം നമുക്ക് ഫ്രഷ് ലെമൺ ഒന്ന് പിഴിഞ്ഞു വയ്ക്കാം. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിതുപോലെ നന്നായിട്ട് ബാറ്ററിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് 1 മണിക്കൂറെങ്കിലും നമുക്ക് മിനിമം വെക്കണം. ഇപ്പോൾ പെട്ടെന്ന് വറുത്തു എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഒരല്പം കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊരു മണിക്കൂറെങ്കിലും മിനിമം വെക്കുന്നത്. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നീട്ടി വെക്കാം. അതിൻ്റെ അനുസരിച്ച് അതിന് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ബാറ്ററിൻ്റെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. നമുക്ക് വറക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് എന്തായാലും കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്യാം. നമുക്കിത് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരല്പം വേപ്പിലയും നമുക്ക് പച്ചമുളകും 1 കഷ്ണം ഉണക്കമുളകും കൂടി ഒന്ന് കീറിയിട്ടേക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് തികച്ചും സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമാണ്. നമ്മൾ യൂട്യൂബ് കൊടുക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.